ആര് നമ്മെ തള്ളിക്കളഞ്ഞാലും ആര് നമ്മെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് ഒരിക്കലും യേശു കർത്താവിൻ്റെ മക്കളെ ഉപേക്ഷിക്കത്തില്ല. യേശു കർത്താവ് ഒരിക്കലും യേശു കർത്താവ് സ്നേഹിക്കുന്നതായ ഒരു വ്യക്തി ജീവിതങ്ങളെയും ഉപേക്ഷിക്കത്തില്ല. എന്നാൽ മനുഷ്യർ നിങ്ങളെ തള്ളിക്കളയും, മനുഷ്യർ നിങ്ങളെ ഉപേക്ഷിക്കും. മനുഷ്യർ പല സാഹചര്യങ്ങളിലും നിങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞേക്കാം, നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ഒരിക്കലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. യേശു കർത്താവ് ഒരു കാരണവശാലും നിങ്ങളെ തള്ളിക്കളയത്തോ ഒന്നുമില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളെ മാനസികമായി തകർക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ ഈ ലോകത്തിലെ മക്കളാവട്ടെ, ഭർത്താവാവട്ടെ, ഭാര്യയാവട്ടെ, മാതാവാവട്ടെ, പിതാവാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആകട്ടെ, നിങ്ങൾ ഉറ്റ ചങ്ങാതികളെന്ന് ചിന്തിക്കുന്ന പലരും നിങ്ങളെ സാഹചര്യങ്ങൾ വരുമ്പോൾ തള്ളി പറഞ്ഞേക്കാം. പക്ഷേ ഒരിക്കലും തള്ളി പറയാത്തവനാണ് കർത്താവ്. ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. നിങ്ങൾ കർത്താവിനെ വേദനിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ ചെയ്തേക്കാം. എന്നാൽ പോലും കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല. കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തുമില്ല, ഒരിക്കലും തള്ളി പറയത്തുമില്ല. കർത്താവ് ആ മകനെ നേരെയാക്കി കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ആ മകളെ നേരെയാക്കി കൊണ്ടുവരുവാനായിട്ട് കർത്താവ് പരിശ്രമിക്കും. പൂർണ്ണമായും കർത്താവ് എപ്പോഴാണ് തള്ളിക്കളയുന്നത്? ഒരിക്കലും ശരിയാകത്തില്ല എന്ന് മരണം വരെയും ആ വ്യക്തിയുടെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന കാലം വരെയും ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം കടന്നു വന്നില്ലെങ്കിൽ, ആ നിത്യതയിൽ എന്ന് പറയുമ്പോൾ സ്വർഗവും നരകവുമുണ്ട്, നിത്യസ്വർഗവുമുണ്ട്, നിത്യനരകവുമുണ്ട്. നിത്യസ്വർഗത്തിലേക്കും നിത്യ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നത് നാം ഈ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ നാം എപ്രകാരമാണോ ജീവിക്കുന്നത്, ദൈവഹിതമനുസരിച്ചാണോ ദൈവ ഇഷ്ടമനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മെ സ്വർഗത്തിലാണോ നരകത്തിലാണോ, നിത്യസ്വർഗത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത്, നിത്യ നരകത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ലോകത്തായിരിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയത്തില്ല. മരണം വരെയും കർത്താവ് നോക്കും. എൻ്റെ ആ മകൻ അല്ലെങ്കിൽ മകൾ മാനസാന്തരപ്പെടുമോ, പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുമോ, ദൈവഹിതമനുസരിച്ച് തൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമോ എന്നൊക്കെ നോക്കും. എന്നാൽ പലരും നിഗളം കാരണം, അഹങ്കാരം കാരണം അവർ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. മരണം നാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യമല്ല. മരണം കള്ളനെ പോലെ വരുന്നതാണ്. നാം വിചാരിക്കാതിരിക്കുന്ന സമയത്താണ് കള്ളനെ പോലെ കടന്നു വന്നാണ് നമ്മുടെ ജീവനെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴാണ് മരണം വരുന്നതെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം പാപം ചെയ്യാം, പിന്നെ മരണം അടുത്ത് വരുമ്പോൾ, മരണത്തിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാം, ദൈവത്തോട് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിക്കാം എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാവുന്ന കാര്യമല്ല. കാരണം മരണം എപ്പോൾ വേണോ വരാം. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണം വരുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു 30-നും 60-നും അകത്തുള്ള ഏജിലാണ് ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത്. എന്നാൽ 60-ന് മേളിലോട്ടുള്ള ആൾക്കാർ മരിക്കുന്നത് ചുരുക്കം. അവർ 80 ആയാലും 87 ആയാലും 90 ആയാലും പലരും ജീവിച്ചിരിക്കും. 80-ഉം 82-ഉം വയസ്സായിട്ടും ഇന്നും ജീവനോടെ ഇരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ 30-നും 60-നും ഇടയ്ക്ക്, 60 പോണ്ട, ഒരു 55 വയസ്സിനകത്തുള്ള വ്യക്തികളാണ് ഇന്ന് വിചാരിക്കാതിരിക്കുന്ന ടൈമുകളിൽ മരണം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അവർ വിചാരിക്കുക, എനിക്ക് ഇനിയും ആയുസ്സുണ്ട്. 45 വയസ്സും 46 വയസ്സും 49 വയസ്സും 50 വയസ്സും 40 വയസ്സും 42 വയസ്സും ഒക്കെ ആയ വ്യക്തികൾ വിചാരിക്കും, എനിക്ക് ഇനിയും ആയുസ്സുണ്ട്, ഞാനൊരു 10, 60, 70 വയസ്സ് വരെയൊക്കെ ജീവിക്കുമായിരിക്കും.
അപ്പോൾ ഒരു 60-65 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമുക്ക് ജീവിക്കാമെന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ ദൈവമക്കളെ, അതൊരിക്കലും സാധ്യമല്ല. അതൊരിക്കലും സാധ്യമല്ല. നമുക്ക് എപ്പോഴാണോ നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവഹിതമല്ലാത്തതാണ് നാം പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത്, നാം പറയുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നാം സംസാരിക്കുന്നതായ ആ വിഷയങ്ങളെ മാറ്റിവെച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും മാനിക്കേണ്ടവരെ മാനിക്കുകയും മാതാപിതാക്കൾക്കെതിരായി മാതാപിതാക്കളെ തള്ളിക്കളയാതെ, തള്ളിപ്പറയാതെ, അവരെക്കാളും മറ്റുള്ളവരാണ് വലിയതെന്നും മറ്റുള്ളവരാണ് അവരുടെ അപ്പനും അമ്മയും എന്നൊക്കെ ഉള്ള രീതിയിൽ ആയിത്തീരുന്നത് വളരെ വളരെ ദോഷത്തിലേക്ക് കടന്നു പോകും. യഥാർത്ഥത്തിൽ ഒരു അമ്മ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അമ്മമാർക്ക്, കാരണം തെറ്റിലൂടെ പല അമ്മമാരും വരുന്നുണ്ട്, അവിഹിത ബന്ധങ്ങളിലൂടെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. അതിപ്പോൾ നമുക്ക് വാർത്തകളിൽ കേൾക്കാം. പിന്നെ ഭർത്താവ് മരിച്ചിട്ട് വേറെ ഒരാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അയാളിലില്ലാത്ത കുട്ടിയെ കൊല്ലുന്നു. ഇന്ന് അതാണ് കാലഘട്ടം. അതാണ് ബൈബിളിൽ പറയുന്ന പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് കർത്താവ് പറയുന്നതിന് കാരണം. എന്നാൽ ഞങ്ങളുടെയൊക്കെ ഏജിലുള്ള അമ്മമാർക്ക് മക്കളെ ഒരിക്കലും കളയാൻ കഴിയില്ല. സ്റ്റഡി ചെയ്യുമ്പോഴും നോക്കാം, ഒരു 40 വയസ്സിന് മേളിലോട്ടുള്ള അമ്മമാർക്ക്, 40 വയസ്സിന് മേളിൽ, ഇപ്പോൾ 80 വയസ്സായ അമ്മമാരാകട്ടെ അല്ലെങ്കിൽ 90 വയസ്സായ അമ്മമാരാകട്ടെ, അവർക്ക് ആർക്കും തൻ്റെ മക്കളെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. അവരെത്ര തെറ്റ് ചെയ്താലും, എത്ര പാപം ചെയ്താലും അവരെ തള്ളിക്കളയുവാൻ സാധിക്കത്തില്ല. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നത്. നേർവഴിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആ അമ്മമാരെ, അല്ലെങ്കിൽ അപ്പന്മാരെ അവരെക്കാളും വലുത് മറ്റ് എപ്പോഴെങ്കിലും അവരെ ശുശ്രൂഷിച്ച, എപ്പോഴെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുത്ത, ഒരു നേരത്തെ വെള്ളം കൊടുത്ത, അല്ലെങ്കിൽ ഒരു അമ്മ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അപ്പനില്ലാത്ത സമയത്ത് നോക്കേണ്ടി വന്ന ആരെയെങ്കിലും ആണ് തൻ്റെ അമ്മ എന്ന്, എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ടല്ല. അവിടെ അവരെ അമ്മയായിട്ട് കാണുമ്പോൾ സ്വന്തം അമ്മയെ നിന്ദിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സ്വന്തം അമ്മ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു പ്രായം എത്തിയതിനു ശേഷമായിരിക്കും അവർ വല്ലതും കൊടുത്തത്. പക്ഷേ അവരമ്മയും സ്വന്തം അമ്മേനെ മറ്റുള്ളവരുടെ മുമ്പേ അവരെ ഉയർത്തി പറയുകയും ചെയ്യുമ്പോൾ സ്വന്തം അമ്മ അവിടെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ആ അമ്മയുടെ വേദന, പെറ്റ അമ്മയുടെ വേദന, വളർത്തിയ അമ്മയുടെ വേദന അപ്പോഴാ മകനോ മകൾക്കോ മനസ്സിലാകത്തില്ല. അവർ അത് മനസ്സിലാക്കണമെങ്കിൽ അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയും അവർ ബുദ്ധിമുട്ടിയായിരിക്കും, അത്രയും പ്രയാസത്തോടെ ആയിരിക്കും, കണ്ണിലെണ്ണ ഒഴിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും അവരെ മക്കളെ വളർത്തുന്നത്. ചില സാഹചര്യത്തിൽ അവർക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോഴാണ് അവർക്ക് വിശ്വാസം എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ കരങ്ങളിൽ, വിശ്വാസമല്ലാത്ത ഒരു വ്യക്തിയുടെ കരങ്ങളിലും കൊടുക്കത്തില്ല മക്കളെ. വിശ്വാസം എന്ന് തോന്നുന്ന വ്യക്തികളുടെ കരങ്ങളിലേക്ക് മക്കളെ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആ ഏൽപ്പിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് സ്വന്തം അമ്മയല്ലാതാവത്തില്ല. ഇവർ അത്ര നേരം നോക്കി എന്ന് പറഞ്ഞ് അത് ആകാതിരിക്കില്ല, അപ്പനാവാതെ ഇരിക്കത്തില്ല. സ്വന്തം അമ്മയും അപ്പനേക്കാളും അപ്പനും അമ്മയും ആകത്തില്ല ഒരിക്കലും. അവർ സാഹചര്യം വന്നപ്പോൾ ഇച്ചിരി നോക്കേണ്ടി വന്ന് നോക്കി. പക്ഷേ സ്വന്തം അമ്മയ്ക്കും അപ്പനും ഉണ്ടാകുന്ന ഒരു വേദന ഒരു കാരണവശാലും ആ മറ്റേ വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പിരിമുറുക്കം, ആ ഹൃദയവേദന,
ഒരിക്കലും ആ മാനസിക സംഘർഷം ഒരിക്കലും ഇച്ചിരി നേരം നോക്കിയതോ ഇച്ചിരി ആഹാരം കൊടുത്തതോ ഇച്ചിരി വെള്ളം കൊടുത്തതോ ആയ വ്യക്തികൾക്ക് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് അമ്മ ലാളിക്കുന്നതിനേക്കാളും അമ്മ എന്നും ലാളിക്കുമ്പോൾ അത് ഒരു പുതുമ തോന്നത്തില്ല. മറ്റൊരു വ്യക്തി അമ്മ ചെയ്യാത്ത ഒരു കാര്യം ഭയങ്കര രീതിയിൽ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കത് വലിയതായിട്ട് തോന്നും. പക്ഷേ അത് വെച്ചിട്ട് അവരെ ഉയർത്തി അവരാണ് അമ്മ, അവരാണ് വളർത്തിയത്, അവരാണ് അതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വളർത്തിയ അമ്മയ്ക്കും അപ്പനും എത്രമാത്രമാണ് വേദന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ ചിന്തിക്കാറില്ല. ചിലപ്പോൾ മക്കളും അമ്മയും വഴക്കിട്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വഴക്കിടുന്നെങ്കിലും അമ്മയ്ക്കെപ്പോഴും സ്വന്തം മക്കൾ ഒരിക്കലും അല്ലാതാകത്തില്ല. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ അമ്മയ്ക്കും അപ്പനും നീറുന്ന ആ നീറ്റൽ ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതേപോലെയാണ് യേശു കർത്താവ്. യേശു കർത്താവും ക്ഷമിക്കും. പാപങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമിക്കും. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമിക്കും. സ്വന്തം അമ്മ ക്ഷമിക്കും. പക്ഷേ ഇവരെ ശകലം നോക്കി അമ്മയെ അവർ ഒന്ന് നിന്ദിച്ചു നോക്കട്ടെ, ഒന്ന് പരിഹസിച്ചു നോക്കട്ടെ, ആ അമ്മ എന്താണ് ചെയ്യുന്നത്. അതുപോലെയാണ് പിശാച്. പിശാചിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന വ്യക്തി പിശാചിന് എതിരായി തിരിയുമ്പോൾ പിശാച് അടങ്ങിയിരിക്കത്തില്ല. പക്ഷേ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. കർത്താവ് ആഗ്രഹിക്കും എൻ്റെ മകൻ മാനസാന്തരപ്പെട്ടു വരാൻ, എൻ്റെ മകൾ മാനസാന്തരപ്പെട്ടു വരാൻ. അതുപോലെയാണ് മാതാപിതാക്കളും മാനസാന്തരപ്പെട്ടു വരാനും അവർ മടങ്ങി വരുവാനും അവർ പെറ്റമ്മയുടെ സ്വന്തം അപ്പൻ്റെ ആ ഹൃദയവേദനകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും ഒക്കെ ആഗ്രഹിക്കും. അതുപോലെയാണ് കർത്താവും ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ നമ്മളെക്കുറിച്ച്. നമ്മൾ പാപങ്ങൾ ചെയ്ത് തെറ്റിലേക്ക് പോകുമ്പോൾ ദൈവത്തെ നിന്ദിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദൈവത്തെ തള്ളിക്കളയുകയാണ് നാം ചെയ്യുന്നത്. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ദൈവത്തെയാണ് നാം വേദനിപ്പിക്കുന്നത്, നമ്മുടെ കർത്താവിനെയാണ് വേദനിപ്പിക്കുന്നത്. അത് നാം മാറ്റിയിട്ട് നമുക്ക് പാപമാണെന്ന് മനസ്സിൽ ഉറപ്പ് വന്നാൽ ആ പാപത്തെ നാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് പിന്നെ ഒരിക്കലും ആ പാപം ചെയ്യാതെ, ആ പാപം എന്നല്ല നമ്മുടെ അറിവിൽ പാപമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും നാം ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ജീവിക്കണം. കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും നമ്മെ നിന്നയ്ക്ക് ഏൽപ്പിക്കത്തില്ല, ഒരിക്കലും പരിഹാസത്തിന് നമ്മെ ഏൽപ്പിക്കത്തില്ല. ദൈവം നമ്മെ മറച്ചുകൊള്ളും, ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ അനുകൂലമാക്കി നിർത്തും, ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യും. പക്ഷേ തൻ്റെ മരണം വരെയും മാനസാന്തരപ്പെടാതെ ഇരിക്കുന്ന വ്യക്തികളെ നിത്യതയിലേക്ക് എത്തിക്കുവാനുള്ള സമയമാകുമ്പോൾ കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന്. അന്നാണ് കർത്താവ് തള്ളിക്കളയുന്നത്. അന്ന് കളയും. ആ കളയുന്നവരാണ് നിത്യ നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഓരോരുത്തരും ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാക്സിമം നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കുവാൻ മാക്സിമം നാം ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നിത്യസ്വർഗം പ്രാപിക്കുവാൻ, നിത്യസ്വർഗം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും കൈവിടാത്തവനാണ് നമ്മുടെ കർത്താവ്, ഒരിക്കലും കൈവിടാത്തവൻ. പക്ഷേ അത് ഈ ലോകത്തായിരിക്കുമ്പോൾ കർത്താവ് കൈവിടത്തില്ല. പക്ഷേ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യായവിധി സമയത്ത് കർത്താവ് നമ്മെ കൈവിടും, ഉപേക്ഷിക്കും നമ്മെ. നാം പാപിയാണെങ്കിൽ
ദൈവഹിതമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതുകൊണ്ട് ദൈവമക്കളെ, നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഹിതത്തെ ആരാഞ്ഞ് ഓരോ നിമിഷവും ഓരോ ദിവസവും നാം മുന്നോട്ട് പോകണം. അങ്ങനെ ആയാൽ മാത്രമേ നിത്യസ്വർഗം പ്രാപിക്കുവാൻ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടാതെ ചേർത്ത് പിടിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ കർത്താവ് നമ്മെ എന്നേക്കുമായിട്ട് ചേർത്ത് പിടിക്കത്തുള്ളൂ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.